ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇസബെല്ലയുടെ നിർദ്ദേശപ്രകാരം കെവിൻ എസ്തപ്പാൻ്റെ വീട്ടിലെത്തുന്നു. കെവിനെ കാണുന്നതും ഏലിയാമ്മച്ചിക്കും എസ്തപ്പാനും അതാരാണെന്ന് മനസ്സിലാകുന്നില്ല. തുടർന്ന് ഞാൻ കെവിനാണ്, നന്ദൻ്റെ ഫ്രണ്ടാണ്, ദേവികയുടെയും ഫ്രണ്ടാണെന്നെല്ലാം കെവിൻ പറയുന്നുണ്ടെങ്കിലും നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ്റെ കരണടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ എസ്തപ്പാൻ. തുടർന്ന് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ദേവികയുടെ അനിയത്തി ശാരികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ്, വീട്ടിൽ ചെന്ന് വിവാഹമൊക്കെ ഉറപ്പിച്ചു എന്നെല്ലാം കെവിൻ പറയുമ്പോൾ, ഓ കെവിനോ, ദേവിക മോളുടെയും ശാരിക മോളുടെയും ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയും ബന്ധുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്തോ ഒരു പണി മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട് എലിയാമ്മച്ചിയും എസ്തപ്പാനും ചേർന്നിട്ട്. അങ്ങനെ അവർ പരസ്പരം ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ. തുടർന്ന് കെവിന് നല്ലൊരു പണി കൊടുക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുകൊണ്ട് തന്നെ അയാളെ അകത്തേക്ക് സ്നേഹം അഭിനയിച്ച് അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് കെവിനാണെങ്കിൽ നന്ദൻ ഇവിടെ തന്നെ ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് റൂമിലൊക്കെ കയറി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഏലിയാമ്മച്ചി കെവിൻ അറിയാതെ ദേവികയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ ആ കെവിൻ വന്നിട്ടുണ്ട് എന്നും ആദ്യം നന്ദു സാറിൻ്റെ ഫ്രണ്ടാണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെയാണ് ശാരിക മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഓഹോ അപ്പോൾ നമ്മൾ വിചാരിച്ചിടത്ത് തന്നെ കാര്യങ്ങൾ എത്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിക. അവൻ്റെ നീക്കങ്ങളൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കണമെന്നും അവൻ പോയ ഉടനെ തന്നെ എന്നെ വിളിച്ച് വിവരം അറിയിക്കണമെന്നും ദേവിക ഏലിയാമ്മച്ചിയോട് പറയുന്നു. പിന്നീട് CP അരുന്ധതിയോട് പറയുന്നുണ്ട്, ഋഷിയെ ഇതുവരെ കണ്ടു കിട്ടിയില്ലല്ലോ, അപ്പോൾ നമുക്ക് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അരുന്ധതി. അതെന്താ മേഡം എന്ന് CP വീണ്ടും ചോദിക്കുമ്പോൾ തുടർന്ന് അരുന്ധതി എല്ലാ കാര്യങ്ങളും CPയോട് തുറന്ന് പറയുന്നു. ഋഷി ദേവിയുടെ ആളുകളുടെ കസ്റ്റഡിയിലാണെന്നും നന്ദനെ അവരുടെ മുന്നിൽ എത്തിച്ചെങ്കിൽ മാത്രമേ ഋഷി വിട്ടുതരൂ. അതുകൊണ്ട് നന്ദൻ എവിടെയുണ്ടെന്ന് കണ്ടെത്തേണ്ടത് ഇപ്പോൾ നമ്മുടെ ആവശ്യമാണ്. ഇസബെല്ലയും കെവിനും നന്ദൻ എവിടെയുണ്ടെന്ന് അറിയാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് അരുന്ധതി പറയുമ്പോൾ, എനിക്കങ്ങനെ തോന്നുന്നില്ല മാഡം. അങ്ങനെ നന്ദൻ അവരുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അവരതിനകം അത് തുറന്നു പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ CP. ഏതായാലും നന്ദൻ എവിടെയുണ്ടെന്ന് നമുക്ക് ഉടനെ തന്നെ കണ്ടുപിടിക്കണം. ആ ഒരു ഉത്തരവാദിത്വം ഞാൻ CPയെ ഏൽപ്പിക്കുകയാണെന്നും അരുന്ധതി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദൻ്റെ അടുത്തേക്ക് പ്രകാശ് വരുന്നു. അപ്പോൾ എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നത്, എത്ര നാളായി, എന്താ നിങ്ങളുടെ ഉദ്ദേശം, എന്നെ പോകാനായിട്ട് അനുവദിക്കണം, എന്നെ കാണാതെ ദേവികയും അമ്മയും അച്ഛനൊക്കെ വിഷമിക്കുകയായിരിക്കും എന്നെല്ലാം നന്ദൻ പറയുമ്പോൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്ക് മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെ ഞാൻ കൊണ്ടുവരുമെന്ന്. തുടർന്ന് ഗുണ്ടകളോട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട് കേട്ടോ പ്രകാശ്. അപ്പോൾ തുണി കൊണ്ട് തലമറച്ച ഒരു ആളെയാണ് നന്ദൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പോൾ നന്ദനാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ആരാ ഇയാൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതങ്ങ് മാറ്റാൻ പ്രകാശൻ ഗുണ്ടകളോട് പറയുന്നു. അപ്പോൾ അത് മാറ്റുന്നതും തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറയ്ക്കുകയാണ് കേട്ടോ നന്ദൻ. അപ്പോൾ ഋഷി ഇവൻ എങ്ങനെയെന്ന് നന്ദൻ ചോദിക്കാൻ തുടങ്ങുന്നതും, ഇവനെ നീ കൊന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതല്ലേ ഇവൻ, പക്ഷേ ഇവൻ മരിച്ചിട്ടില്ല. അതൊക്കെ ഇസബെല്ലയും ഇവനും ആ കെവിനും ഇവൻ്റെ അമ്മയില്ലേ അരുന്ധതി അവരൊക്കെ കൂടി ചേർന്ന് നടത്തിയ നാടകമാണെന്ന് പ്രകാശ് എല്ലാ സത്യങ്ങളും നന്ദനോട് തുറന്നു പറയുന്നു. അങ്ങനെ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാകുന്ന നന്ദനാണെങ്കിൽ ശരിക്കും നിയന്ത്രണം വിട്ടു പോവുകയാണ്. തുടർന്ന് ഋഷിയെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ നന്ദന്. അപ്പോൾ പ്രകാശ് നന്ദനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇവൻ്റെ അമ്മയാണ് എല്ലാത്തിനും കാരണം, നിൻ്റെ ജീവിതവും എൻ്റെ ജീവിതവും നശിപ്പിച്ചത് അവരാണ്. എന്തായാലും നന്ദൻ കെവിൻ്റെയും ഇസബെല്ലയുടെ ആ തനി നിറം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ഇനി നിങ്ങൾ രണ്ടുപേരും മനസ്സിലുള്ളത് മുഴുവൻ തുറന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് അവിടെ നിന്ന് പോകുന്നു. ഏതായാലും ഋഷിക്കാണെങ്കിൽ ഇപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. നന്ദനോട് അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല, മാത്രമല്ല തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ദേവികയാണ്. അപ്പോൾ നന്ദനെ ഇങ്ങനെ കൊടുക്കാൻ നോക്കിയത് കൊണ്ട് തന്നെയാണ് തനിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു കുറ്റബോധം ഋഷിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഋഷിയാണെങ്കിൽ നന്ദനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നാടകം നടത്തിയതിന് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദൻ്റെ അടുത്ത്. മാത്രമല്ല പ്രകാശിൻ്റെ തടവറയിൽ നിന്നും ഏത് വിധേനയും രക്ഷപ്പെടണമെന്നും അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്